കഷ്ടതകൾക്കായി വന്നോനേ, പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിൽ അൻപുണ്ടാകേണം ദേവാ, ദയയുണ്ടാകേണം നാഥ, കൃപ തോന്നീണമൻപാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 29 സങ്കീർത്തനം 6 വാക്യം. അവൻ അവയെ കാളക്കുട്ടിയെപ്പോലെയും ലെബാനോനെയും സിരിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു. പ്രകൃതിയുടെ മേലുള്ള അവൻ്റെ ആധിപത്യത്തെ ആഘോഷിക്കുന്ന വിശാലമായ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഈ വാക്യത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഇടിമിന്നലിൻ്റെ ഓരോ മുഴക്കവും ദിവ്യ അധികാരത്തിൻ്റെ പ്രകടനങ്ങളായി കാണുന്നു. കാളക്കുട്ടിയെയും ശക്തരായ പർവ്വതങ്ങളെയും ചാടി വീഴ്ത്തുന്നതിൻ്റെ പ്രതിച്ഛായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെ വെളിവാക്കുന്നു. ഭൂമിയിലെ സംഭവങ്ങളുടെ മേലുള്ള അവൻ്റെ ഇടപെടലിനെയും പരമാധികാരത്തെയും ധ്യാനിക്കുവാൻ ഈ ഭാഗം നമ്മെ ഒരുക്കുന്നു. ആരാധനയുടെയും ഭക്തിയുടെയും വിശാലമായ വിഷയങ്ങളിൽ എല്ലാ സൃഷ്ടികളും ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിക്കുമെന്ന ആഹ്വാനമായി ഇതിനെ കാണാം. പ്രിയ സ്നേഹിതരെ, കുഴപ്പങ്ങളിൽ നിന്ന് ക്രമം കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ കഴിവ് തിരിച്ചറിയുന്നവർക്ക് ദൈവത്തിൻ്റെ ശക്തി ഭയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഉറവിടമായി തീരുന്നു. പ്രാർത്ഥിക്കാം. കർത്താവേ, യഥാർത്ഥമായി നിൻ്റെ ശക്തി തിരിച്ചറിയുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.